ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രജ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ദിവസത്തെ ആഘോഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രജോ 3 ദിവസത്തെ ഫെസ്റ്റിവലാണ്. അപ്പോൾ രാവിലെ പെൺകുട്ടികളുടെ ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് മോള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ എല്ലാ വീടുകളിലും രജ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയാണ് ഇവിടുത്തെ മെയിൻ. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങയും വെല്ലത്തിൻ്റെയും കൂട്ട് ഇട്ടിട്ടാണ് ഇഡ്ഡലി ചുടുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സുജി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. നമ്മുടെ തൊട്ടടുത്ത് വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ആൾ നന്നായിട്ട് മെഹന്തി ഇടും. മെഹന്തി മാരേജിനൊക്കെ മെഹന്തി ഇടാൻ പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം ഹൈബ്രോ എടുക്കാനും ഫേഷ്യൽ ചെയ്യാനും ഇടയ്ക്കൊക്കെ ആളിവിടെ ഇല്ല, ലീവിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ മെഹന്തി ഇടുക എന്ന് പറഞ്ഞാൽ രജ ഫെസ്റ്റിവലിന് എല്ലാ പെൺകുട്ടികളും മെഹന്തി ഇടും. ഒഡീഷയിലെ രജ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പീരിയഡ്സ് ആവുന്നതിന് ഫെസ്റ്റിവലാണ്. അതിനെക്കുറിച്ചുള്ളൊരു ആഘോഷമാണ്. കാരണം 3 ദിവസം ദേവിമാർ പീരിയഡ്സ് ആവുക അത്രേ. അപ്പോൾ ആ 3 ദിവസം ദേവിമാരെ കുളിപ്പിക്കില്ല. 3 ദിവസം രജ ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ ദിവസമാണ് ദേവിമാർ കുളിക്കുക. അപ്പോൾ അന്നത്തെ ആ 3 ദിവസവും പെൺകുട്ടികൾ അടിച്ച് പൊളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ വീടുകളിൽ ഒരു ജോലി അവരെ കൊണ്ട് എടുപ്പിക്കില്ല. ഡ്രസ്സിട്ട് മെഹന്തി ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി നല്ല സന്തോഷവതിയായിട്ട് ആ 3 ദിവസം പെൺകുട്ടികളെ വീടുകളിലൊക്കെ കൊണ്ട് നടക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് സുജി കണ്ടോ മുടി കെട്ടിയത് നല്ല അടിപൊളിയായിട്ട് കെട്ടിയില്ലേ, ഇങ്ങനെ പൊന്തിച്ച് കെട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും അങ്ങനെ പൊന്തിച്ച് കെട്ടു കേട്ടോ. അപ്പം നമ്മൾ മെഹന്തി ഇടാൻ ആരംഭിച്ചു. മോളെ ആദ്യം മെഹന്തി ഇട്ടിട്ട് പിന്നെ ഞാനിടും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വെറുതെ ഒരു ചെറിയ അധികം മെഹന്തിയൊന്നും ഇടുന്നില്ല. കാരണം അവൾക്ക് ഒരിടത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന ഇടയിൽ ഞാൻ വിളിച്ചപ്പോൾ അയ്യോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഒരു ചെറിയ കയ്യിലൊരു ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല തിരക്കുള്ളതാണ്. കാരണം എല്ലാ കല്യാണ പെണ്ണിനെയും മെഹന്തി ഇടാൻ സുചിയാണ് പോകുന്നത്. സുചിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മെഹന്തി ഡിസൈന് വിടുന്നതും പിന്നെ ഡ്രോയിങ് ഒക്കെ നന്നായിട്ട് ചെയ്യും കേട്ടോ. അതിനെക്കുറിച്ചുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ അതൊന്ന് ആ കുട്ടിയെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നല്ല നല്ല മെഹന്തി ഡിസൈനൊക്കെ കാണാമല്ലോ. അല്ലാതെ ലാംഗ്വേജിൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ രജ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷം ഒഡീഷയിൽ മാത്രമാണുള്ളത്. കാരണം പീരിയഡ്സ് ആവുന്നതിനെക്കുറിച്ച് ഒരു 3 ദിവസം പെൺകുട്ടികളുടെ ഒരു ആഘോഷം. അവരെ ആ ദിവസം അടിച്ച് പൊളിച്ച് നടക്കുക. അമ്പലങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ വെക്കാം. അമ്പലത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് പെൺകുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്നതും അവർ ഡാൻസ് പാട്ട് എന്ന് പറഞ്ഞ് 3 ദിവസം അവരടിച്ച് പൊളിക്കുകയാണ്. അപ്പം മോളെ ഇവിടെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മോനിവിടെ സോഫയിൽ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. മൊബൈൽ കംപ്ലൈൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്ഷമിക്കുക. മൊബൈൽ വാങ്ങുന്നത് വരെ ഈ ക്വാളിറ്റിയിലൊക്കെ കാണുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ലാസ്റ്റ് ഒന്ന് മെഹന്തി ഇട്ട ഡിസൈനൊന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് മെഹന്തി ഇടും കേട്ടോ. ആ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം എന്തുമാത്രം കാലിലും കൈകളിലും കൈ ഫുള്ളൊക്കെ മെഹന്തി ഇടും. ഞങ്ങൾ കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് മെഹന്തി ഇടുന്ന ഒരാളാണ്. പെയിൻറ്റിങ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പെയിൻറ്റിങ്, ഡ്രോയിങ്, പിന്നെ ഈ കോലം വരയ്ക്കുന്നില്ലേ, കോലത്തിൻ്റെ ഡിസൈനൊക്കെ കുറേ നന്നായിട്ട് കോലം വരയ്ക്കും കേട്ടോ. പുള്ളി നന്നായിട്ട് കോലം വരയ്ക്കും. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങൾ ഫേഷ്യൽ ചെയ്യുന്ന കാണിച്ചു തരാം. ഇപ്പോൾ സുചി വരട്ടെ, വന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്നെയാണ് പരീക്ഷിക്കുന്നത് കേട്ടോ.
അന്നൊരിക്കൽ ഒരു പുതിയ പ്രോഡക്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് പരീക്ഷിച്ചു. എന്നിട്ട് പിമ്പിൾസ് ഒന്നും വരില്ലല്ലോ, നമ്മളാകെ പേടിച്ചു. പിന്നെ കുഴപ്പമില്ല, നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് 1 മണിക്കൂർ 1.5 മണിക്കൂർ മസാജൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായി ചെയ്തു. പക്ഷെ അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. അത് പുള്ളിയുടെ ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല. ഇനി ഒരു ദിവസം അതിനെക്കുറിച്ച് വീഡിയോ എടുക്കാമെന്ന് നമ്മൾ പ്ലാൻ ഇടുന്നുണ്ട്. ഇനിയത്തെ ലീവിന് വരുമ്പോൾ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മെഹന്തി ഡിസൈൻ ഒന്ന് കാണാം. ഇതാ കണ്ടില്ലേ, ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ ഒരു നാത്തൂൻ വരുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഇളയ ഒരു അനിയത്തിക്കുട്ടി വരുന്നുണ്ട്, ഒരു കൊച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചൂടായതുകൊണ്ട് നമ്മൾ നല്ല ലെമൺ ജ്യൂസൊക്കെ ഇട്ട് കുടിക്കുകയാണ്. കുടിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ട്. അനിയത്തിക്കുട്ടി വരുന്നുണ്ട്, അപ്പോൾ അതുകൂടി കണ്ടിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടി കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്നത്. ഇനി എനിക്കും മെഹന്തി ഇടാനുണ്ട്, അപ്പോൾ ഞാനും ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ സുചി ലെമൺ ജ്യൂസ് കൊടുത്തപ്പോൾ സുചി ചിരിച്ച് പറയാണ് എന്തിനാ ഇതൊക്കെ. കാരണം വന്നാട് ഇഡ്ഡലി സാമ്പാറും കഴിച്ചു, പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു ഞങ്ങളെല്ലാവരും കൂടി. സുചി എനിക്ക് വേണ്ടി ഇഡ്ഡലിയൊക്കെ കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ രജ ഫെസ്റ്റിവലിന് എല്ലാ വീടുകളിലും ഇഡ്ഡലി ആയിരിക്കും. ഇഡ്ഡലി സ്പെഷ്യലാണെന്ന് നമ്മളങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇതാ മുകളിലെ ഡിസൈനൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി മുകളിലേക്കും കൂടി കുറച്ചും കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തും കേട്ടോ. കാരണം ഫുള്ളിടുന്നില്ല, ഫുള്ളിടാനും സുചിക്ക് സമയമില്ല. ഇതിപ്പോൾ ഫുള്ളിട്ട് കഴിഞ്ഞു. ഇതാ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം നേരെ അടുത്തുനിന്ന്. ഇതാ കണ്ടോ, നമ്മൾ ഇത്രേ ഇടുന്നുള്ളൂ, എന്നാലും നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ വ്യക്തമായിട്ട് കാണിച്ചത് കണ്ടോ. ഇതാണ് സുചിയുടെ മെഹന്തി, നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി പറയുകയാണ്, ആ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സുചിയുടെ മെഹന്തി. ഇപ്പോൾ എൻ്റെ കയ്യിലിടുകയാണ്. എൻ്റെത് ചെറുത് മതി എന്ന് പറഞ്ഞു. സുചിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ് ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം, കുറേ ഫുള്ള് ഞാൻ മെഹന്തി ഇട്ട് തരാം, നമുക്ക് വീഡിയോ ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോൾ കോഴ്സ് പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഒട്ടും ലീവില്ല. ഈ രജ ഫെസ്റ്റിവലിന് 3 ദിവസത്തെ ലീവിന് വേണ്ടി മാത്രം വന്നതാണ്. എന്നിട്ട് തന്നെ വേറെ ഏതെല്ലോ കൂട്ടുകാരികൾക്ക് മെഹന്തി ഇടാൻ പോകണമായിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് ഞങ്ങളത്ര അടുത്ത കൂട്ടുകാരായതുകൊണ്ട് എങ്ങനെയാണ് വേണ്ട പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കാരണം തിരക്കാണ്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും ആഘോഷം മെഹന്തിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി എനിക്കൊരു വിരുന്നുകാർ വരാനുണ്ട്, അപ്പം അത് ഉച്ച കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയായിട്ടോ, നമ്മൾ 1 മണിയൊക്കെ കഴിഞ്ഞു. സുചി പോവുകയാണ്, ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. ഇഡ്ഡലിയൊക്കെ കഴിച്ചുകൊണ്ട് ഭക്ഷണത്തിന് നിൽക്കുന്നില്ല. നമുക്ക് ഒരിടത്ത് പോകാനുള്ളതുകൊണ്ട് പുള്ളി പോവുകയാണ്. അപ്പോൾ ഇതെൻ്റെ നാത്തൂനും നാത്തൂൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു വാവയുണ്ട് മോള്. അപ്പം ഇനിയിപ്പോൾ അതുമായിട്ട് തിരക്കായി നമ്മൾ. ഇതാണ് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രജ ഫെസ്റ്റിവലിന് ഇങ്ങനെ വിരുന്നുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പെങ്ങന്മാരൊക്കെ വീട്ടിലേക്ക് വരും, പെൺകുട്ടികളെല്ലാം കെട്ടിച്ചു വിട്ട പെൺകുട്ടികളെല്ലാം വീട്ടിലേക്ക് വരും. അങ്ങനെ രജ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആഘോഷമാണ്. എല്ലാവരും വിരുന്നുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും വരലും. ഇപ്പോൾ ഒരു കുഞ്ഞു വാവയുണ്ട്, ഇപ്പോൾ അടുത്ത മാസം ബർത്ത്ഡേ ആണ്, 1 വയസ്സാകാനായി. പക്ഷേ ആളില്ല, ഒരു ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അവളുടെ അമ്മയും ചെറിയ പ്രായത്തിലുള്ള 18 വയസ്സ് 19 ആകുമ്പോഴേക്ക് കെട്ടിച്ചു വിട്ടതാണ്. അധികം വയസ്സുമായിട്ടില്ല, അവളും ചെറിയ കുട്ടിയാണ്. അപ്പം അവളുടെ കൊച്ചുമോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം ഞാൻ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു. ആപ്പിളും കശുവണ്ടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു ജ്യൂസാണ്. അപ്പോൾ അത് കഴിച്ചപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. എവിടെ നിന്ന് ഒരു സാധനം കഴിക്കാത്ത കൊച്ചാണ്. എന്നിട്ട് നമ്മൾ കോരി കൊടുത്തപ്പോൾ ഒരു കപ്പ് മുഴുവൻ കഴിച്ചു. എന്നിട്ട് അവരിങ്ങനെ അത് പറയുമായിരുന്നു, എവിടെ നിന്ന് ഒരു സാധനം കഴിക്കില്ല. പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കഴിച്ചു. പിന്നെ കൊച്ചിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കുറേ നേരം കളിച്ചു. കാരണം കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിന് മുമ്പ് എൻ്റെ അനിയത്തി റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്ത്രപ്പാടിലാണ്. പക്ഷേ കൊച്ചി എന്ത് ചെയ്താലും അവിടെ ഒരിടത്ത് നിൽക്കുന്നില്ല. നമ്മുടെ ബുദ്ധദേവൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയായിരുന്നു. ക്യാമറയ്ക്ക് നോക്കുന്നില്ല. ഇതാ കണ്ടില്ലേ, കൊച്ചിനിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അതും ഇതും പിടിച്ച് വലിക്കലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ഞാൻ വിളിക്കുമ്പോൾ മാത്രം നോക്കുന്നുണ്ട്. എന്നിട്ട് അതും എന്നെ നല്ല പരിചയമുണ്ട് കേട്ടോ.
നമ്മളെ രജ സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.